കൊല്ലം മുഖത്തല കല്ലുവെട്ടാങ്കുഴിയിൽ മധ്യവയസ്കൻ വെന്തു മരിച്ചു. കൊല്ലം കാവനാട് കന്നിമേൽച്ചേരി സ്വദേശിയായ ദയാനിധി ഷാൻ ആണ് മരിച്ചത്. സ്വന്തം പുരയിടത്തിലെ പുല്ലിന് തീയിടുന്നതിനിടെയാണ് ഈ തീ ആളിപ്പടർന്ന് മരണം സംഭവിച്ചത്. ഫയർഫോഴ്സിനെ വിളിച്ചതിന് പിന്നാലെ പക്ഷേ ശരീരത്തിലേക്ക് തീ പടരുകയായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. കൊല്ലം കാവനാട് സ്വദേശിയാണ് ദയാനിധി. അദ്ദേഹത്തിന് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു വീടുണ്ട്. ആ വീട് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. ആ വീടിന് സമീപത്ത് കരിയിലൊക്കെ തന്നെ കൂടിക്കിടന്ന് വൃത്തിഹീനമായ ഒരു അന്തരീക്ഷമായിരുന്നു. അത് ആ കരിയില കൂട്ടിയിട്ട് കത്തിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം രാവിലെ ഇവിടേക്ക് എത്തിയത്. കരിയില കൂട്ടിയിട്ട് അദ്ദേഹം കത്തിക്കുന്നു. ആ സമയത്ത് സമീപത്തെ പുരയിടത്തിലേക്ക് തീ ആളിപ്പടരുകയാണ്. ആ തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഉടൻ തന്നെ അദ്ദേഹം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി വിളിച്ച ഫോൺ നമ്പറിലേക്ക് തിരികെ വിളിച്ചെങ്കിലും ആ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. വലിയ പുക നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. ആ സാഹചര്യത്തിൽ ഇവിടെ എന്തെങ്കിലും ആൾക്കാരുണ്ടോ എന്നുള്ള കാര്യമൊന്നും കൃത്യമായിട്ട് അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഇവിടുത്തെ തീ അണച്ചു. ആ സമയത്താണ് കത്തിക്കരിഞ്ഞ നിലയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തൊട്ടടുത്ത് പുരയിടക്കാരൻ വിളിച്ചായിരുന്നു. അപ്പോൾ അണയ്ക്കാൻ പറഞ്ഞപ്പോൾ അണച്ചു. പക്ഷേ അപ്പോഴും ആൾ വീണതും മരിച്ചു കിടക്കുന്നതും ആർക്കും അറിയാൻ കഴിയുന്നില്ല. പിന്നെ പുക പറഞ്ഞപ്പോഴാണ് ആളുകളെല്ലാം ഓടിക്കൂടിയത്. ഇദ്ദേഹം വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വന്ന ഫയർഫോഴ്സ് ഇവിടെ വരുമ്പോഴാണ് ആളുകളെല്ലാം ഈ സംഭവത്തിന്റെ സ്വീകാര്യത മനസ്സിലാക്കുന്നത്. 2 തവണ ഹൃദയ സംബന്ധമായിട്ടുള്ള ശസ്ത്രക്രിയ നടത്തിയ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ചിലപ്പോൾ ഹൃദയാഘാതം മൂലം മരിച്ചായിരിക്കാം, അല്ലാതെ പക്ഷം ഈ പുക ശ്വസിച്ച് മരിച്ചാകാം എന്നുള്ള ഒരു നിഗമനത്തിലാണ്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മോർച്ചറിയിലേക്ക് മാറ്റുകയാണ്. പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച് എന്താണ് സംഭവിച്ചത് ഒരു കൃത്യമായ വിവരം ലഭ്യമാകുകയുള്ളൂ. അദ്ദേഹത്തിന്റെ കയ്യിൽ കന്നാസം വെള്ളം ഉണ്ടായിരുന്നു. അത് അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഒരു ടെൻഷനിൽ കുഴഞ്ഞു വീണതാണോ അതോ പുക പിടിച്ചിട്ട് ശ്വാസം മുട്ടി ഇതിലേക്ക് വീണതാണോ ഇനി ഇത് പരിശോധനയിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഫോറൻസിക്കിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ വെയിറ്റ് ചെയ്യുകയാണ്. അവരെത്തും. അദ്ദേഹം ഫയർഫോഴ്സിനെ വിളിച്ച മൊബൈൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിൻ്റെ അടുത്ത് തന്നെ കിടപ്പുണ്ട്. ഏതാണ്ട് 11:45 കൂടിയാണ് ഇവിടെ സംഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത് തൊട്ട് അപ്പുറത്തെ വീട്ടിൽ ഒരു മരണം നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ കുറേയേറെ ആൾക്കാർ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ തീയണയ്ക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ ആ തീയണയ്ക്കാൻ സാധിച്ചില്ല. വലിയ രീതിയിൽ പുകയുയരുകയും ആ പുകയ്ക്കും തീയ്ക്കും ഇടയിൽപ്പെട്ട് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമാവുകയുമായിരുന്നു. കാവനാട് സ്വദേശിയായിട്ടുള്ള ദയാനിധി എന്ന് പറയുന്ന മനുഷ്യനാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയത്. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.